ഈ വീഡിയോയിൽ ഇന്നത്തെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇറാൻ്റെ ഉള്ളിൽ ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്ക മാരകമായിട്ടുള്ള ഒരു ആക്രമണം, അതായത് അവരുടെ വെപ്പൺ പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഇത് ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അമേരിക്ക കരുതിക്കൂട്ടി തന്നെയാണ് ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പടയൊരുക്കങ്ങളായിക്കോട്ടെ, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നു. നമ്മൾ ഈ വാർത്ത ഉടനീളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് എത്ര ഫ്ലൈറ്റുകൾ വരുന്നു, എത്ര ഫൈറ്റർ ജെറ്റുകൾ കൊണ്ടുവരുന്നു, ഏതൊക്കെ മേഖലകളാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, എവിടേക്കാണ് ഇവരുടെ താവളങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ എ ടു സെറ്റ് ഫ്രം ദ ബിഗിനിങ് മുതലേ നമ്മൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പം നിലവിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ട്രംപിന് യുദ്ധം നടത്തണം, അത് തുടർച്ചയായിട്ട് നടത്തണം. ഇതാണ് ട്രംപിന് വേണ്ടത്. ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഈ പത്രസമ്മേളനം നടത്തുമ്പോഴും ഫോക്സ് ന്യൂസിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴെല്ലാം തന്നെ പബ്ലിക്കിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരുടെ ഒരു അറ്റൻഷൻ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് യുദ്ധം വേണ്ട, നിർത്തും, ഞങ്ങൾ വളരെ ക്വിക്കായിട്ട് അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്വിക്കായിട്ട് യുദ്ധം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 4 ദിവസം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ യുദ്ധമാണ്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞ്. ഇപ്പോൾ ട്രംപ് ഈ യുദ്ധം തുടർന്ന് നടത്തും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രമാത്രം പടക്കോപ്പുകളൊക്കെ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്കും റെഡ് സീ ഏരിയയിലൊക്കെ നീക്കിയിരിക്കുന്നത്. അല്ലാതെ വെറുതെ തമാശയ്ക്ക് അവിടെ നിന്ന് കുറേ ഫൈറ്റർ ജെറ്റുകൾ എടുത്തുകൊണ്ട് ഡിയാഗോ ഗാർസിയയിലും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബേസിലും ജോർദാനിലും അവിടേക്ക് കൊണ്ട് നിർത്തിവെച്ചിട്ട് പോകാനല്ല ട്രംപ് ഈ മിലിറ്ററി മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അത് നഷ്ടക്കച്ചവടമാവാൻ ട്രംപ് ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ടാണ് ട്രംപ് എപ്പോഴും ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മെസ്സേജുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് നമുക്ക് തോന്നും യുദ്ധം നിർത്തുന്നു, നാളെ നമുക്ക് തോന്നും യുദ്ധം തുടരുമെന്ന്, മറ്റന്നാൾ നമുക്ക് തോന്നും നെഗോസിയേഷൻ നടക്കുമെന്ന്. അപ്പം ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, US കൃത്യമായിട്ടുള്ള നിരീക്ഷണം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ തെഹ്റാന്റെ ഉള്ളിൽ നിന്നും, അതായത് ഇറാന്റെ സൈഡിൽ നിന്നും, ഇറാന്റെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ് നെഗോസിയേഷനിൽ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് നെഗോസിയേഷൻ, ആ ചർച്ചകൾ വരെ പാളിപ്പോയിരിക്കുന്നുള്ള സാഹചര്യമാണ്. പാകിസ്ഥാൻ ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? ഇത് നമ്മൾ അന്നേ പറഞ്ഞ വിഷയമാണ്. പാകിസ്ഥാൻ ഇടപെട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഇഷ്ഫഹാനിൽ അമേരിക്ക ഇന്ന് തകർത്ത് വെച്ച ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഇറാന്റെ ഉള്ളിൽ തുടരെ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നുണ്ട്. നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് ഹിസ്ബുള്ള കുറേ റോക്കറ്റുകളൊക്കെ നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല ഇസ്രായേലിന്റെ ഉള്ളിൽ. പക്ഷെ അതേസമയം UK ഓപ്പൺ ആയിട്ട് തന്നെ 1000 സോൾജേഴ്സിനെ അവർ വിന്യസിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? 1000 സോൾജേഴ്സ്, അതേപോലെ അവരുടെ ടൈഫൂൺ, അതുപോലെ തന്നെ F-35 ഇതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് UK മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നലെ മാത്രം 10 ഡ്രോണുകളാണ് UK സൈഡിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തിയത്. ഇറാന്റെ ഡ്രോൺസ്, ഷാഹിദ് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. ലെബനന്റെ ഉള്ളിൽ പൊട്ടിത്തെറിച്ച നിലയിൽ ഒരു ഡ്രോണിന്റെ ഭാഗങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇത് ഷാഹിദ് 135 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഡ്രോൺ സിസ്റ്റമാണ് അവിടെ തകർന്നടിഞ്ഞ് കിടക്കുന്നത്. അതിന്റെ മോട്ടോറും കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു വെച്ച് കൃത്യമായിട്ട് അതിന്റെ ഇമേജ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതേപോലെ നാസ അവരുടെ എക്കാലത്തെയും സ്വപ്ന പദ്ധതിയായിട്ടുള്ള ആർട്ടിമിസ് 2 വിജയകരമായിട്ട് വിക്ഷേപണം നടത്തിയിരിക്കുകയാണ്. അതിൽ 4 ക്രൂ മെമ്പേഴ്സാണ് അതിനകത്തുള്ളത്. ആ ടീമിൽ പൈലറ്റ് ഉൾപ്പെടെ. നീണ്ട 50 വർഷങ്ങൾ, 5 ഡെക്കേഡിന് ശേഷമാണ് ഒരു ചാന്ദ്ര ദൗത്യവുമായിട്ട് അമേരിക്ക മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ ആർട്ടിമിസ് തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇതിന്റെ വിക്ഷേപണം മാറ്റിവെച്ചാണ് ഫൈനലി സക്സസ്ഫുൾ ആയിട്ട് ലിഫ്റ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല മെജസ്റ്റിക് ലിഫ്റ്റ് ഓഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിൽ തന്നെ അവർ വളരെ മനോഹരമായിട്ട് അതിനെ ലിഫ്റ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 50 വർഷം കഴിഞ്ഞുള്ള പദ്ധതിയാണ്. 1972 ഡിസംബർ 10 അവസാനത്തെ അപ്പോളോ അത് നിർത്തലാക്കിയത്. അതാണ് ലാസ്റ്റ് മിഷൻ അപ്പോളോയുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ആർട്ടിമിസ് 2 എന്ന് പറഞ്ഞ പദ്ധതിക്ക് അമേരിക്ക വീണ്ടും ഒരു പുതുജീവൻ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് 4 ക്രൂ മെമ്പേഴ്സാണ്. കമാൻഡർ റൈദ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, പിന്നെ 2 മിഷൻ സ്പെഷ്യലിസ്റ്റുകൾ, ഒരു നാസയിൽ തന്നെ പെട്ട ആൾക്കാരാണ്. ക്രിസ്റ്റീന കോച്ച്, ജെർമി ഹാൻസൺ, ഈ 4 പേരാണ് പോയിരിക്കുന്നത്. 10 ദിവസത്തെ പര്യടനമാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് ഇവർ മടങ്ങും. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, ആർട്ടിമിസിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ചുറ്റുപാട്, ഒരു മനുഷ്യന് സർവൈവ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു റിസോഴ്സ് അന്വേഷിക്കുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം, അതാണ് ഇതിന്റെ മെയിനായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഗോൾ. അതിന് വേണ്ടിയിട്ടാണ് ഈ ആർട്ടിമിസ് അയച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞെങ്കിൽ ഇതൊരു വെല്ലുവിളിയും കൂടിയാണ്. റഷ്യക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു മിഷൻ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് വളരെ കോമ്പറ്റീറ്റീവായിട്ട് നിന്നിരുന്നത് റഷ്യയാണ്. അപ്പോൾ അതുകൊണ്ട് റഷ്യക്ക് ഇന്നത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യയുടെ റോസ്കോസ്മോസിന് ഇന്നത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. പതിയെ റഷ്യ ഈ പ്രോജക്റ്റുകളൊക്കെ നിർത്തി, അത് കഴിഞ്ഞ് അമേരിക്കയും നിർത്തി. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ ചൈനയും ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലകളിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്.
ഈ രാജ്യങ്ങളൊക്കെ ഇപ്പം പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് നമ്മൾ ഒരുപാട് ലേറ്റായി പോയോ, ഇല്ലെങ്കിൽ നമ്മളിത് തുടർന്ന് നടത്തേണ്ടിയിരുന്നോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചിന്തകളിൽ നിന്നെല്ലാം രൂപപ്പെട്ട് വന്നതാണ് ആർട്ടിമിസ് 2 നമുക്ക് ഒന്ന് അയച്ചാലോ എന്നുള്ളൊരു പ്ലാൻ. അമേരിക്കയുടെ ഒരുപാട് കാലത്തെ സ്വപ്നങ്ങൾക്ക് ഒരു വിരാമം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ആർട്ടിമിസ് 2 വിജയകരമായിട്ട് അമേരിക്ക വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. മസൂദ് പെസസ്കിയാൻ ഒരു കത്ത് എഴുതിയിട്ട് അത് US-നെയും ഇസ്രായേലിനെയൊക്കെ മോക്ക് ചെയ്യുന്ന രീതിയിലൊരു കത്താണ് എഴുതിയിരിക്കുന്നത്. പുള്ളിക്കാരൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചില പോയിന്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർക്ക് ബുദ്ധിയില്ല എന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ ഇവർക്ക് ബുദ്ധി മാത്രമല്ല ഇവർക്ക് ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിലുള്ള കത്ത് ആ കത്തിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അമേരിക്കയും അമേരിക്കയുടെ അലൈസിനെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിൽ, വിമർശിക്കുന്നത് മാത്രമല്ല അപമാനിക്കുന്ന തരത്തിൽ, അവർക്ക് ബുദ്ധിയില്ല എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഈ ബുദ്ധി ശരിക്കും പറഞ്ഞാൽ ഇറാനാണ് ഇല്ലാത്തത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് മസൂദ് പെസസ്കിയാൻ കത്ത് എഴുതിയത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യമല്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, വെനിസ്വലയുടെ സാങ്ഷൻസ് എല്ലാം തന്നെ നീക്കം ചെയ്തിരിക്കുകയാണ്. ഉപരോധങ്ങളെല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ് ട്രംപ്. വെനിസ്വലയുടെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡെൽസി റോഡ്രിഗസ് വളരെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിട്ടാണ് ഇത് പുറത്ത് പറഞ്ഞത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ സാങ്ഷൻസ് റിലീഫ് ചെയ്തിരിക്കുന്നത് വെനിസ്വലയുടെ എക്കണോമിക് മേഖലയിലേക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ഇനി വെനിസ്വല അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുകയും അതിലൂടെ എക്കോണമി, ആ രാജ്യത്തിന്റെ എക്കോണമി നല്ല രീതിയിൽ പുരോഗമിക്കും എന്നൊക്കെ തന്നെയാണ് ഒരു പ്രത്യാശയോട് കൂടിയാണ് അവർ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി അമേരിക്കൻ കമ്പനികൾ ഏത് തരത്തിലാണ് അവിടെ നിന്ന് എണ്ണ ഊറ്റിയെടുക്കാൻ പോകുന്നത്, അമേരിക്ക വെനിസ്വലയ്ക്ക് കൊടുക്കേണ്ട വിഹിതം കൃത്യമായിട്ട് കൊടുക്കുമോ എന്നുള്ളതൊക്കെ ഇനി വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതേ മാതൃകയിൽ ഇറാൻ വേണമെങ്കിലും അമേരിക്കയോട് ചേർന്ന് നിന്ന് ഈ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി ഇത് സൈൻ ചെയ്ത് വളരെ മനോഹരമായിട്ട് ആ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇറാൻ അവിടെ ബുദ്ധിയില്ലാതെ പോയി. ഈ ട്രംപ് എന്ന് പറഞ്ഞ ഈ ഒരു ലോക നേതാവിനെ വളരെ നൈസായിട്ട് ഡീല് ചെയ്ത് വളരെ മാന്യമായിട്ട് തന്നെ ഇറാൻ ഈ വിഷയം ഹാൻഡിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവരുടെ അന്ധമായിട്ടുള്ള അമേരിക്ക വിരോധം, അന്ധമായിട്ടുള്ള ഇസ്രായേൽ വിരോധം, അത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഐഡിയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എടുത്തുകൊണ്ട് ആ രാജ്യത്തിന്റെ ജനങ്ങളെ തന്നെ ഇത്രയും കാലം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ഇവർക്ക് അമേരിക്കയോട് നേരിട്ട് ചർച്ച നടത്താൻ പോലും കെൽപ്പില്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഇറാൻ. എന്തുകൊണ്ട് നേരിട്ട് ചർച്ച നടത്തിക്കൂടാ? ചർച്ച നടത്താതെ ഇൻഡയറക്റ്റ് ആയിട്ട് ടോക്ക് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത്? നടക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ യുദ്ധം പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത് അവസാനിപ്പിക്കാൻ പറ്റാതെ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇറാനാണ്. ഇറാൻ കൃത്യമായിട്ട് പ്രോപ്പർ നെഗോസിയേഷൻ തയ്യാറായില്ല. ഇൻഡയറക്റ്റ് ടോക്ക് എന്ത് ഇൻഡയറക്റ്റ് ടോക്ക്? ഡയറക്റ്റ് നെഗോസിയേഷന് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ബുദ്ധിമോശം സംഭവിച്ചിരിക്കുന്നത് ഇറാന് തന്നെയാണ്. അമേരിക്ക ഡോമിനേറ്റഡ് ആണ്. അത് ആർക്കാണ് അറിയാത്തത്? അമേരിക്ക പണ്ട് മുതലേ ഡോമിനേറ്റഡ് ആണ്. അവർ ഇറാനെതിരെ മാത്രമാണ്, എത്രയോ രാജ്യങ്ങൾക്കെതിരെ അവർ യുദ്ധം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പോയിട്ട് ഞാൻ വലിയവനാണെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കൂ, ഇറാന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ അയക്കുന്ന 1-2 മിസൈലുകളും ഇസ്രായേലിന്റെ സെൻട്രൽ ഇസ്രായേലിലും അവിടേക്ക് വന്ന് പതിക്കുന്ന ക്ലസ്റ്റർ ഷെല്ലുകളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വീറും വാശിയും കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇറാൻ തകർന്നടിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാന്റെ ഉള്ളിൽ നടത്തിയിരിക്കുന്നത്. ലിറ്ററലി ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാൻ ആയിക്കോട്ടെ, ഇസ്ഫഹാൻ ആയിക്കോട്ടെ, ഇതുപോലെ പല നഗരങ്ങളും ഇന്ന് കോൺക്രീറ്റ് കൂമ്പാരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കോൺക്രീറ്റ് റബിൾസ്. അതാണ് ഇപ്പോൾ അവിടെ കൂന കൂട്ടി വെച്ചിരിക്കുന്നത്. അതിന്റെ സൈഡിലൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇറാന്റെ ഫ്ലാഗും ആയത്തുൽ അലി ഖമനേയിയുടെ ഫ്ലാഗും ആദരാഞ്ജലികളും എല്ലാം ഇങ്ങനെ മറച്ചു വെച്ച് ഇങ്ങനെ ബാനർ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് മൊത്തം കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസായി കിടക്കുന്ന അവസ്ഥയാണ്. തെഹ്റാന്റെ അവസ്ഥയാണ് പറയുന്നത്, ഇസ്ഫഹാന്റെ അവസ്ഥയാണ് പറയുന്നത്. പോരാഞ്ഞതിന് ട്രംപ് ഇപ്പോൾ യൂറോപ്യൻസിനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പ് മസ്റ്റായിട്ട് യുദ്ധത്തിന് ഇറങ്ങിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. നിങ്ങൾ ഇറങ്ങുന്നോ ഇല്ലെങ്കിൽ ഞാൻ നാറ്റോയിൽ നിന്ന് പിന്മാറട്ടെ എന്നുള്ള രീതിയിൽ ഭീഷണിയാണ് ഇപ്പോൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. ഈ സാഹചര്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ UK ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ UK പ്രൊട്ടക്ഷൻ കൊടുത്തത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൈപ്രസ്, ജോർദാൻ, UAE, ബഹ്റൈൻ, കുവൈറ്റ് പോലത്തെ രാജ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ UK പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ കൃത്യമായിട്ട് എയറിൽ നിന്ന് തന്നെ ഡ്രോണുകൾക്കെതിരെയുള്ള ഇന്റർസെപ്ഷൻ പ്രൊസീജിയർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ UK മാത്രമല്ല, നിങ്ങൾ ഇറാനെതിരെ അറ്റാക്ക് നടത്തണ്ട, പക്ഷെ നിങ്ങൾ ഇറാൻ അയക്കുന്ന മിസൈലുകളെ തടയാനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും നിങ്ങൾക്ക് കഴിയുമല്ലോ. ആ ഡിഫൻസ് മെക്കാനിസം ഒരുക്കി കഴിഞ്ഞാൽ തന്നെ വലിയ ഉപകാരമാവും എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ യുദ്ധത്തിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു മൊമെന്റിലാണ് നിൽക്കുന്നത് കാര്യങ്ങൾ. അതുപോലെ അമേരിക്കയിലെ GE കമ്പനി 6th എഞ്ചിൻ തേജാസ് MK1A എന്ന് പറഞ്ഞ നമ്മളുടെ ഡൊമസ്റ്റിക് ഫൈറ്റർ ജെറ്റിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 6ാമത്തെ എഞ്ചിൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. HALന്റെ യൂണിറ്റിൽ എത്തിയിട്ടുണ്ട്. സാധനം ഇഴഞ്ഞഴിഞ്ഞ് ഓരോന്നായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇന്ത്യ ഒരു നിർണായക തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ അമേരിക്ക
യൂറോപ്പ്, ഈ 2 രാജ്യങ്ങളുമായിട്ടും ഡീപ് ടൈസ്, ശക്തമായ കൂട്ടുകെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് അമേരിക്കയുമായിട്ടും യൂറോപ്പുമായിട്ടും. തീർച്ചയായിട്ടും റഷ്യയുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. റഷ്യൻ ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. S-400 ഒക്കെ ഓഗസ്റ്റിൽ നമുക്ക് കിട്ടാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഡിഫൻസ് പവറിന് അത് വളരെ വലുതാണ്. ഡിഫൻസ് പവർ മീൻസ് നമ്മൾ ഇന്റർണൽ സെക്യൂരിറ്റി ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഡിഫൻസ് മേഖലയിൽ ഇന്ത്യയുടെ വ്യാപാരം, ട്രേഡ്, ഡിഫൻസ് ട്രേഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലായിട്ട് പവർഫുൾ ആയിട്ട് നമ്മൾ വ്യാപാരം നടത്തണം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പ്രോഡക്റ്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മാനുഫാക്ചറിങ്, അതിനാണ് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഗുജറാത്തിൽ സെക്കൻഡ് സെമി കണ്ടക്ടർ ഫാക്ടറി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സിലിക്കോൺ സനത് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇത് 2ാമത്തെ ഫാക്ടറിയാണ് ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. റഷ്യയുടെ ഡെനിസ് മൻട്രോവ്, റഷ്യയുടെ ഫോറിൻ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ ഇന്ന് ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ റഷ്യ എക്കണോമിക് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്താനാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഓയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചർച്ചയാകുന്നത്. അതിലുപരിയായിട്ട് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ റഷ്യക്കുള്ളിൽ വളരെ എളുപ്പത്തിൽ തന്നെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും റഷ്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിഷയത്തിലും നിർണായക തീരുമാനമെടുക്കും എന്നാണ് പറയുന്നത്. ചൈനയുടെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദ്, കാബൂൾ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു മീഡിയേഷൻ നടക്കുന്നുണ്ട്. മീഡിയേഷൻ ചർച്ച. ഇത് കോമഡി, വല്ലാത്ത കോമഡിയാണ്. കാരണം പാകിസ്ഥാൻ അമേരിക്കയ്ക്കും ഇറാനുമെതിരെ മീഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ യുദ്ധം തീർക്കാൻ വേണ്ടിയിട്ട് ചൈന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ മീഡിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയേഷൻ ടു അനദർ മീഡിയേഷൻ, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ചൈനയുടെ വാങ് യി ആണ് ഈ മീറ്റിംഗ് വിളിച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ല. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം എന്താണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഐഡിയോളജിയുടെ പ്രശ്നമാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇതങ്ങനെ പെട്ടെന്ന് തീരില്ല. ഇപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി. പാകിസ്ഥാൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറിയിൽ 9 പേർക്ക് ഗുരുതരമായ പരിക്ക്. ഈ 9 പേരും ശരിക്കും അതീവ ഗുരുതര അവസ്ഥയിലാണ്, ക്രിട്ടിക്കൽ അവസ്ഥയിലാണ്. ഇവർ പെട്രോളിംഗ് പോലീസാണ്. പാകിസ്ഥാന്റെ പെട്രോളിംഗ് പോലീസിന് എതിരെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മരിക്കാനുള്ള ഒരു ലൈസൻസ് എടുത്ത് വെച്ച മാതിരിയാണ്. അതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് പോലീസോ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ മിലിറ്ററി ഉദ്യോഗസ്ഥനോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ടാർഗറ്റഡ് ആണ്. അതാണ് ഇപ്പോൾ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. എയ്തർ ബലൂചിസ്ഥാൻ ടാർഗറ്റ് ചെയ്യും, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ടാർഗറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ തെഹ്രീക്ക് താലിബാനികൾ ടാർഗറ്റ് ചെയ്യും. ഇങ്ങനെ പലതരത്തിൽ ഇവർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഗവൺമെന്റ് എംപ്ലോയി ആണോ? അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന മെസ്സേജ്. ലക്കി മൗറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഈ ആക്രമണം നടന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.